ഈ തെരഞ്ഞെടുപ്പിൽ നേമത്തടക്കം SDP വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്നൊരു വലിയ ആരോപണം, ഒരിടത്ത് BJPയുമായി ഡീലുണ്ടെന്ന് പറയുന്നു, ഇവിടെ നേമത്തടക്കം SDP-യുമായിട്ടും ഡീലുണ്ടെന്ന് പറയുന്നു. ഡീലുണ്ടോ? അങ്ങനെ കേരളത്തിലെ ഇന്ത്യയിലെയും ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഞങ്ങൾ ഒരു പ്രകടന പത്രികയിലും ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന പാർട്ടിയാണ്, വർഗീയതയ്ക്കെതിരെ മത്സരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതിൽ ആ പ്രകടന പത്രിക അംഗീകരിക്കുകയും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും അല്ലാതെ എടുത്തിട്ടുള്ള നയങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്താലും വോട്ട് വേണ്ടെന്ന് പറയില്ലല്ലോ. അതായത് ഇപ്പോൾ SDP ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വോട്ട് തരാം എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അല്ല, ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവർക്ക് വോട്ട് ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ എഴുതിയിട്ടില്ലല്ലോ SDP-യുടെ വോട്ട്, CPM-ന്റെ വോട്ട്, CPI-യുടെ വോട്ടൊന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ എഴുതിയിട്ടില്ലല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയല്ലേ ആൾ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ചർച്ചയെ വഴിവിട്ട് കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്താ? വികസന പ്രശ്നം ചർച്ച ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന ചർച്ച ചെയ്യണം. മന്ത്രിമാർ പരാജയമായിരുന്നോ അല്ലയോ ചർച്ച ചെയ്യണം. മന്ത്രിമാർ അഴിമതിക്കാരാണോ അല്ലയോ ചർച്ച ചെയ്യണം. ഭാവി വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളിലെ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി വന്ന് പാടി. രാഹുൽ ഗാന്ധി തന്നെ ആ പാട്ട് പാടുകയാണ്, സ്വർണം കട്ടത് ആരപ്പ. അതെ, ഞാൻ നിയമസഭയിൽ പാടി, സ്വർണം കട്ടത് ആരപ്പ എന്ന് ഞാനും പാടി. അതായത് ഒന്നാം ഘട്ടത്തിൽ ഒന്നാം റൗണ്ടിൽ ഈ സ്വർണ്ണപ്പാളി കട്ടത് CPM ഏതാണ്ട് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചേക്കാണെന്നുള്ള മട്ടിലാണ് പ്രചരണം വന്നത്. രണ്ടാം ഘട്ടമായപ്പോൾ ഈ സ്വർണം മോഷ്ടിച്ചവരും വിറ്റവരും വാങ്ങിയവരും എല്ലാം കൂടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ, MP-മാരും എല്ലാം കൂടെ ചേർന്ന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 ദിവസം 2 സന്ദർശനമാണ്. അപ്പം ഞാൻ നിയമസഭയിൽ പറഞ്ഞു, എന്തിനു വേണ്ടി അവരവിടെ പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ? സോണിയാഗാന്ധിക്ക് ഒരു കയ്യിലൊരു എന്താ പറയുന്നത് ചരട് കെട്ടി കൊടുത്തു. സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോകാനുണ്ടാവുന്ന അത്രയും സെക്യൂരിറ്റി പ്രശ്നങ്ങളാണല്ലോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകുന്നതിനുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് 2 MP-മാരുടെ സഹായത്തോടു കൂടി സോണിയാഗാന്ധി 2 പ്രാവശ്യം കാണാൻ പോകുന്നത് ചില്ലറക്കാരല്ല. അപ്പോൾ ഇത് സജീവമായി ചർച്ച വന്നതോടുകൂടി പിന്നെ അവർ ഈ ശബരിമല സ്വർണ്ണത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് പിന്മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മറ്റാരുണ്ട് LDF അല്ലാതെ?